ഞാനവന്റെ മുൻപിൽ താണിരുന്നപ്പോ എന്നെ മൊത്തമായും സമർപ്പിച്ചപ്പോ ഞാനവന്റെ മുൻപിൽ താണിരുന്നപ്പോ എന്നെ മൊത്തമായും സമർപ്പിച്ചപ്പോൾ കരുതുന്നവൻ എന്നെ കാക്കുന്നവൻ എന്റെ യേശുവല്ലാതാരുമല്ലല്ലോ. കരുതുന്നവൻ എന്നെ കാക്കുന്നവൻ എന്റെ യേശുവല്ലാതാരുമല്ലല്ലോ. അബ്രഹാമിന്റെ ദൈവം വിശ്വസ്തനല്ലോ, മോശയുടെ ദൈവം സൗഖ്യമേകുന്നു. അബ്രഹാമിന്റെ ദൈവം വിശ്വസ്തനല്ലോ, മോശയുടെ ദൈവം സൗഖ്യമേകുന്നു. ദാനിയേലിന്റെ ദൈവം വാക്കുമാറാട്ടോ, ഹന്നായുടെ ദൈവം കണ്ണുനീർ മാറ്റും. ദാനിയേലിന്റെ ദൈവം വാക്കുമാറാട്ടോ, ഹന്നായുടെ ദൈവം കണ്ണുനീർ മാറ്റും. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെ എന്തു യോഗ്യത. യേശുനാഥന്റെ വരവടുത്തുപോയി, മാനസാന്തരത്തിന്റെ സമയമായി. യേശുനാഥന്റെ വരവടുത്തുപോയി, മാനസാന്തരത്തിന്റെ സമയമായി. നമുക്ക് പോകാം യേശുനാഥന്റെ കൂടെ, ധൈര്യത്തോടെ നീങ്ങാം ന്യായാസനത്തിൽ. നമുക്ക് പോകാം യേശുനാഥന്റെ കൂടെ, ധൈര്യത്തോടെ നീങ്ങാം ന്യായാസനത്തിൽ. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും, രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെ എന്തു യോഗ്യത. എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെ എന്തു യോഗ്യത. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ പുരോഹിതൻ കടന്നു വരികയാണ്. ദൈവജനത്തെ വിശുദ്ധീകരിക്കാൻ വെഞ്ചരിച്ച് പ്രാർത്ഥിക്കുക. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്വരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ഒന്ന് വിളിക്കാമോ? എല്ലാവരും ചേർന്ന് വിളിക്കാമോ? എല്ലാ അധരങ്ങളും വിളിക്കാമോ? പോരാന്ന് സ്വരം ഉയർത്തി വിളിക്കാമോ? പോരാ അഭിഷേകത്തോടെ വിളിക്കാമോ? ശക്തിയോടെ ഒന്ന് വിളിക്കാമോ? യേശുവിന്റെ രക്തത്താൽ അഭിഷേകം, പരിശുദ്ധ രക്തത്താൽ അഭിഷേകം. യേശുവിന്റെ രക്തത്താൽ അഭിഷേകം, പരിശുദ്ധ രക്തത്താൽ അഭിഷേകം. സൗഖ്യത്തിന്റെ രക്തത്താൽ അഭിഷേകം, ജീവന്റെ രക്തത്താൽ അഭിഷേകം. സൗഖ്യത്തിന്റെ രക്തത്താൽ അഭിഷേകം, ജീവന്റെ രക്തത്താൽ അഭിഷേകം. കഴുകണമേ എന്നെ കഴുകണമേ, തിരു രക്തത്താൽ എന്നെ കഴുകണമേ. 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 കഴുകണമേ എന്നെ കഴുകണമേ, തിരു രക്തത്താൽ എന്നെ കഴുകണമേ.
കഴുകണമേ എന്നെ കഴുകണമേ തിരുരക്തത്താൽ എന്നെ കഴുകണമേ കഴുകണമേ എന്നെ കഴുകണമേ തിരുരക്തത്താൽ എന്നെ കഴുകണമേ കഴുകണമേ എന്നെ കഴുകണമേ തിരുരക്തത്താൽ എന്നെ കഴുകണമേ. മുട്ടുമേലായിരിക്കുക. ഈശോ നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വരിക, രക്ഷിക്കുവാൻ, സുഖപ്പെടുത്തുവാൻ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ 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 കർത്താവേ നീ പരിശുദ്ധൻ. ോടൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ, മുഖ്യദൂതന്മാരോടൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ സ്വരമുയർത്തി കർത്താവേ നീ പരിശുദ്ധൻ. അഭിഷേകത്തോടെ പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ 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 കർത്താവേ നീ പരിശുദ്ധൻ. ദിവ്യകാരുണ്യേശോ നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നിരിക്കുക. ഈശോയുടെ ആ സ്നേഹം നമുക്ക് ആഗ്രഹിക്കാം. ചോദിച്ചു ഒന്ന്, എൻ്റെ ഈശോയെ, മനസ്സുണ്ടെങ്കിൽ എന്നെ ഒന്ന് സുഖപ്പെടുത്താവോ? ഈശോയെ, എത്ര നാൾ വേണേലും ഞാനിവിടെ ഒന്ന് കുത്തിയിരിക്കാം, ഒന്ന് വെളിപ്പെടുത്തി തരാമോ? വചനം എൻ്റെ ശരീരത്തിലും എൻ്റെ മനസ്സിലും എൻ്റെ ആത്മാവിലും ജീവനിലും ഒന്ന് വെളിപ്പെടട്ടെ. മക്കൾ പ്രാർത്ഥിച്ച് വചനം വെളിപ്പെടുമ്പോഴാ അനുഗ്രഹം ഇങ്ങ് പെരുമഴ പോലെ പോരുക. പുത്രനെ പോലെ ആകുക മക്കളെ. തന്നെ സ്വീകരിക്കുന്നവർക്കല്ല, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കല്ല, ദൈവമക്കളാകുവാൻ അവിടുന്ന് കഴിവ് കൊടുക്കും. രണ്ട് കാര്യം പറയുന്നേ. തന്നെ സ്വീകരിച്ചവർക്കല്ല. ക്രിസ്ത്യാനിയെക്കുറിച്ച് പറയുക, അപ്പത്തിൻ്റെ രൂപത്തിൽ യേശുവിനെ
സ്വീകരിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകുവാൻ. വിജാതിയരോട് പറയുന്നതെന്ന് പറയുമ്പോൾ എന്നെ വിശ്വസിക്കുന്നവർക്കെല്ലാം മക്കളാകാൻ ഞാൻ കഴിവ് കൊടുത്തോണ്ടിരിക്കുക. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകുവാൻ അവിടുന്ന് കഴിവ് കൊടുത്തു. യോഹന്നാൻ സ്നേഹായിലൂടെ തമ്പുരാൻ പറഞ്ഞ കാര്യമാണ്. മക്കൾ കണ്ണുകളൊന്ന് അടച്ച് വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്നത് ഉയർത്തെഴുന്നേറ്റ യേശുവാ. നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് ഉയർത്തെഴുന്നേറ്റ യേശുവാ. പ്രാർത്ഥിച്ച് ഓരോരുത്തരും ഉള്ളിലോട്ട് അഭിഷേകം തരണ്ടേ. പുറമേ അല്ല, ശരീരത്തെ അറിയാം, ഉള്ളിലൊന്നുമില്ല. കാനായിലെ കല്യാണ വിരുന്നില് പുറമേ നോക്കിയ കൽഭരണിക്ക് ഒരു കുഴപ്പമില്ല, നല്ല കൽഭരണിയാ. ഉള്ളിലോട്ട് നോക്കിയാൽ ഇരുട്ടാ, ഒന്നുമില്ല, അപമാന. അങ്ങനെയുള്ള ജീവിതങ്ങള് അപമാനത്തിന്റെ ജീവിതങ്ങളാ. പുറമേയുള്ള ഭക്തി, പുറമേ മാത്രമേ വിശ്വാസമുള്ളൂ, ഉള്ളിൽ വിശ്വാസമില്ല. പ്രാർത്ഥിച്ച് മക്കള്, പുറമേയുള്ള ഭക്തി, വചനം ഉള്ളിലില്ലാത്ത അവസ്ഥ അപമാനത്തിന്റെ അവസ്ഥയാ. അവിടുത്തെ നോക്കിക്കേ, കണ്ണു തുറന്നൊന്ന് നോക്കിക്കേ. എനിക്ക് അവനെ കാണണം. നിങ്ങൾ കണ്ടില്ലേ? എനിക്ക് അവൻ്റെ പാർശ്വത്തിൽ വിരലിടണം, അവൻ്റെ മുറിവൊന്ന് കാണണം. എനിക്ക് വേണ്ടി മുറിവേൽപ്പിക്കപ്പെട്ട മുറിവുകൾ ഞാൻ ഇതുപോലെ പോയപ്പോഴാണ് എനിക്ക് ഈശോയെ കാണാൻ പറ്റാവന്ന്. ഇങ്ങനെ മുറിവ് കാണാതെ എനിക്ക് സൗഖ്യം കിട്ടത്തില്ല. എനിക്ക് മുറിവുള്ളത് കൊണ്ടാണ് എനിക്ക് യേശുവിനെ കാണാൻ പറ്റാതെ പോയെ. മുറിവുണക്കുന്നവനെ കാണണമെങ്കിൽ എൻ്റെ ഉള്ളിലുള്ള മുറിവ് ഉണങ്ങണം. അതാണ് ദൈവത്തിൻ്റെ കാരുണ്യം. ബഹുമാനപ്പെട്ട ബ്രദർ 11/7/2014 വെള്ളിയാഴ്ച പ്രാർത്ഥനയിൽ ബ്രദർ ഇപ്രകാരം പറഞ്ഞു: ഒരു സഹോദരിക്ക് അമ്മയോടല്ല അമ്മായിയമ്മയോട് ക്ഷമിക്കാനുള്ള കൃപ കൊടുത്തു എന്ന്. അത് സംഭവിച്ചത് എനിക്കാണ്. ഞാൻ ഈ ഇടവക അംഗമാണ്. ലിസമ്മ എന്ന സഹോദരി സാക്ഷ്യപ്പെടുത്തുക. കൃപ കൊടുത്തു, കർത്താവളോടുകൂടെയായി. അമ്മായിയമ്മയോട് ക്ഷമിക്കാൻ കൃപ കൊടുക്കുന്ന തമ്പുരാന പരിശുദ്ധ കുർബാനയിലുള്ളത്. മക്കൾ പ്രാർത്ഥിച്ചേ, അനുഗ്രഹം തരണേ എന്ന് ആ സഹോദരി പ്രാർത്ഥിച്ചപ്പോൾ പാവപ്പെട്ട ബ്രദറിന് ഈശോ വെളിപ്പെടുത്തിയത് കൃപ കൊടുക്കാൻ പോവാ. അവർക്ക് ക്ഷമിക്കാനുള്ള കൃപ ഞാൻ കൊടുക്കുക. തമ്പുരാൻ കാണിച്ചുകൊണ്ട് മക്കളെ ബ്രദർ വിളിച്ചു പറഞ്ഞേ, ഒരു സഹോദരിക്ക് ഈശോ കൃപ കൊടുക്കുക, അവളോട് തമ്പുരാൻ ജീവിക്കാൻ ആഗ്രഹിക്കുക. തമ്പുരാൻ വരൂ അവിടെ അടുത്തോട്ട്. ഞാൻ മറിയത്തോട് ദൂതൻ പറഞ്ഞത്, കൃപ നിറഞ്ഞവളെ സുസ്തി, കർത്താവ് നിന്നോടുകൂടെ. കരമൊന്നുയർത്തി. തമ്പുരാന്റെ അനന്തമായ സ്നേഹം യുഗാന്ത്യം വരെ, ലോകാവസാനത്തോളം ഈ സൗഖ്യം, ഈ വിടുതൽ, ഈ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കും. പരിശുദ്ധ കുർബാനയിലാണ്, നൊവേനയിലല്ല മക്കളെ. നോക്കിക്കേ, യേശുവാണ് സുഖപ്പെടുത്തുന്നത്. കരങ്ങ് നീട്ടിപ്പിടിച്ച് ഹൃദയം അവനിലേക്കൊന്ന് അടുപ്പിച്ചു വെച്ച് ഇടവകയ്ക്ക് അനുഗ്രഹം കൊടുക്കാൻ യേശു ഇവിടെ വെളിപ്പെട്ട എത്ര ഇടവക്കാർ ഈ ആലയത്തിനുള്ളിൽ ഈ അനുഗ്രഹം പ്രാപിക്കുന്നുണ്ട്. ചിന്തിച്ചു നിങ്ങൾ. വെറും 200-250 കുടുംബം ഒരു വികാരിച്ചം വിഷമിച്ചു പോയി. അടുത്ത വികാരിച്ചം വന്നപ്പോൾ വേദനയോടെ പറയുണ്ടായി, ബ്രദറെ, ഈ ഇടവകയിലെ കുറച്ച് മക്കളല്ലേ ഉള്ളൂ തമ്പുരാനെ അറിയുന്നുള്ളൂ. ഇവിടെയുള്ളവർക്ക് വേണ്ടാഞ്ഞുകൊണ്ട് ഇവർക്ക് പകരക്കാരനായിട്ട് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നതാ. ദൂരദേശവാസികളെ, നിങ്ങളെ ഓരോരുത്തരെയും പ്രാർത്ഥിച്ചു.
വലിയ അനുഗ്രഹം ഒഴുകിയിറങ്ങുന്നേ, കൃപയെ ഒഴുകിയിറങ്ങുന്നേ, സൗഖ്യം ഒഴുകിയിറങ്ങുന്നേ, ശക്തിയെ ഒഴുകിയിറങ്ങുന്നേ. അതുകൊണ്ടാ മറിയം പറഞ്ഞ്, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു, എൻ്റെ മനസ്സ് ആനന്ദിക്കാൻ തുടങ്ങി. എൻ്റെ ആത്മാവ് ആത്മാവിനോട് ചേർന്നപ്പോൾ മക്കൾ പ്രാർത്ഥിച്ച്, എൻ്റെ ആത്മാവ് ആസക്തിയുടെ ആത്മാവിനോടല്ല ചേരണ്ടേ, എൻ്റെ ആത്മാവ് വെറുപ്പിൻ്റെ ആത്മാവിനോടല്ല ചേരണ്ടേ, എൻ്റെ ആത്മാവ് നിരാശ തരുന്ന ആത്മാവിനോടല്ല ചേരണ്ടേ, എൻ്റെ ആത്മാവ് പ്രത്യാശ തരുന്ന, രക്ഷ തരുന്ന, ദൈവ മക്കളാക്കി മാറ്റുന്ന, സ്നേഹം തരുന്ന കാരുണ്യത്തിൻ്റെ ആത്മാവിനോടാണ് ഞാൻ ചേരേണ്ടത്. എന്നോട് കരുണ കാണിച്ച തമ്പുരാന്റെ ആത്മാവിനോടാണ് എൻ്റെ ആത്മാവ് ചേരേണ്ടത്. ഈ സഹോദരിക്ക് അങ്ങനെ ചേർന്നപ്പോഴാ ദൈവമഹത്വം അവളിൽ വെളിപ്പെട്ടത്. അവൾ അമ്മായിയമ്മയോട് പരിപൂർണമായിട്ടും ക്ഷമിച്ചപ്പോൾ കർത്താവിൻ്റെ കൃപ ആ സഹോദരിയുടെ കൂടെയായി. ഇത്രയും കാലം അനുഗ്രഹം ഇല്ലായിരുന്നു. അനുഗ്രഹം വന്നപ്പോഴാ, കൃപ കിട്ടിയപ്പോഴാ മക്കൾ ചോദിച്ചേ, ഈശോയെ കൃപ തരാവോ, കൃപ തരാവോ ഈശോയെ, കൃപയ്ക്ക് മേൽ കൃപ തരാവോ. സമ്പത്തുണ്ട്, അനുഭവിക്കാൻ പറ്റുന്നില്ല. മക്കളുണ്ട്, അനുഭവിക്കാൻ പറ്റുന്നില്ല. ജീവിത പങ്കാളിയുണ്ട്, അനുഭവിക്കാൻ പറ്റുന്നില്ല. കർത്താവേ കൃപ തരാവോ, കൃപ തരാവോ. ഒന്നും അനുഭവിക്കാൻ പറ്റുന്നില്ല. എല്ലാം ഉണ്ട്, സമാധാനം അനുഭവിക്കാൻ പറ്റുന്നില്ല. തമ്പുരാനെ കൃപ തരാവോ, ഈശോയെ കൃപ തരാവോ, ഈശോയെ കൃപ തരാവോ. എല്ലാം ഉണ്ട്, പക്ഷെ രോഗമാ. അതുകൊണ്ട് പ്രാർത്ഥിക്കാനൊന്നും പറ്റുന്നില്ല, നിരാശയാ. തമ്പുരാനെ രോഗശാന്തിയുടെ കൃപ തരാവോ. മക്കൾ ചോദിച്ചേ, എല്ലാം ഉണ്ട്, കുഞ്ഞുങ്ങളില്ല, കുഞ്ഞുങ്ങളുണ്ടാകാനുള്ള കൃപ തരാവോ. ഉണ്ടാകട്ടെ എന്ന് അവിടുന്ന് കൽപ്പിക്കാതെ ഉണ്ടാകത്തില്ല മക്കളെ. കരം നീട്ടി യേശുവേന്ന് വിളിച്ചേ, ഈശോയേന്ന് വിളിച്ചേ, ഈശോയേന്ന് വിളിച്ചേ, ഈശോയേന്ന് വിളിച്ചേ, ഈശോയേന്ന് വിളിച്ചേ, ഈശോയേന്ന് വിളിച്ചേ. എന്റെ ദൈവം ഏകജാതനെ നൽകി, എനിക്കായി എന്റെ ഈശോ പരിഹാര ബലിയായി. മനുഷ്യനു വേണ്ടി ക്രൂശിന്റെ മാറി പാപിയെ പോലെ പിടഞ്ഞവനെ, ദൈവ സ്വഭാവം സ്നേഹമാണെന്ന് ലോകസമക്ഷം തെളിയിച്ചു നീ. എനിക്കായി എന്റെ ദൈവം ഏകജാതനെ നൽകി, എനിക്കായി എന്റെ ഈശോ പരിഹാര ബലിയായി. നിന്ദനമേറ്റതും നഗ്നനായി തീർന്നതും ഞാൻ പാപബന്ധം വെടിയ, നിന്ദനമേറ്റതും നഗ്നനായി തീർന്നതും ഞാൻ പാപബന്ധം വെടിയ, ദ്രോഹം പൊറുത്തതും
പ്രാർത്ഥിച്ചതും ഞാൻ അനുതാപിയായി തീരാനിരിക്കാൻ എന്റെ ദൈവം ഏകജാതനെ നൽകി. എനിക്കായി എന്റെ ഈശോ പരിഹാര ബലിയായി. ചോര ചൊരിഞ്ഞതും ജീവൻ വെടിഞ്ഞതും ഞാൻ നിത്യജീവൻ നേടാ. ചോര ചൊരിഞ്ഞതും ജീവൻ വെടിഞ്ഞതും ഞാൻ നിത്യജീവൻ നേടാ. ദുഃഖിതനായതും അപ്പമായി തീർന്നതും ഞാൻ നിന്നിലെന്നും വാഴാനിരിക്കാൻ എന്റെ ദൈവം ഏകജാതനെ നൽകി. എനിക്കായി എന്റെ ഈശോ പരിഹാര ബലിയായി. മനുഷ്യനു വേണ്ടി ക്രൂശിന്റെ മാറി പാപിയെ പോലെ പിടഞ്ഞവനെ ദൈവസ്വഭാവം സ്നേഹമാണെന്ന് ലോകസമക്ഷം തെളിയിച്ചു നീ. എനിക്കായി എന്റെ ദൈവം ഏകജാതനെ നൽകി. എനിക്കായി എന്റെ ഈശോ പരിഹാര ബലിയായി. യേശുവേ നന്ദി. കൃപ ഒഴുകിയിറങ്ങുക, ശക്തി നിറയുക. നമുക്കൊരു സാക്ഷിയോടെ നമുക്ക് കേൾക്കാം. ഞങ്ങൾ 5.5 വർഷമായിട്ട് കുടമാളൂർ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. 5.5 വർഷമായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്. ധ്യാനത്തിലൂടെ ഞങ്ങൾക്ക് ഒരുപാട് ദൈവകൃപ ലഭിച്ചു. ദൈവത്തിന് നന്ദി. 5.5 വർഷമായിട്ട് ഇവിടെ കുത്തിയിരിക്കുക. ദൈവകൃപ കിട്ടിയത് ചങ്ങനാശ്ശേരിയിൽ കുന്തന്താന ധ്യാന സെന്റർ നടന്ന വിശ്വാസ അനുഭവ ധ്യാനത്തിലാണ് കൃപ കിട്ടിയത്. ഒരു സാക്ഷ്യപ്പെടുത്തുക. കൃപ വേണ്ടവർ ധ്യാനത്തിന് പോന്നാൽ മതി. കൃപ വേണ്ട, കാര്യസാധ്യം മതിയെങ്കിൽ ഇവിടെ ഇരുന്നാൽ മതി. അത് സാധിച്ചു പിന്നെ അത് കൊണ്ടുപോയിക്കോളും, പൊക്കോളും, നഷ്ടപ്പെട്ടു പോയിക്കോളും. കൃപ ലഭിച്ചാൽ ദൈവം നിന്റെ കൂടെ ആയിരിക്കും. അതുകൊണ്ട് അനുഗ്രഹം പ്രതീക്ഷിച്ചുകൊണ്ട് ഇരിക്കുന്നവരെല്ലാം, ദൈവം കൂടെ വസിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം ധ്യാനത്തിൽ വരും. അതിന് ആദ്യത്തെ സാക്ഷിയോ ഞങ്ങൾ 5.5 വർഷമായിട്ട് കുടമാളൂർ പ്രാർത്ഥിക്കുന്നുണ്ട്. ധ്യാനത്തിലൂടെ ഞങ്ങൾക്ക് ഒരുപാട് ദൈവകൃപ ലഭിച്ചു. ദൈവത്തിന് നന്ദി. പാപബോധം ലഭിച്ചു, അന്ധവിശ്വാസം മാറിക്കിട്ടി, നന്നായി പ്രാർത്ഥിക്കുവാൻ സാധിച്ചു. വർഷങ്ങളായിട്ടുണ്ടായിരുന്ന മനസ്സിൻ്റെ എല്ലാ മുറിവുകളും കർത്താവ് ഉണക്കി തന്നു. വേദനിപ്പിച്ചവരോട് എല്ലാം ക്ഷമിക്കുവാൻ കൃപ കിട്ടി. ഞാൻ പ്രാർത്ഥിക്കുന്ന ആളാണെന്നുള്ള അഹങ്കാരം മാറിക്കിട്ടി. ഒരു കൃപയുമില്ലാത്ത പാപിയാണെന്നുള്ള ബോധമുണ്ടായി. എൻ്റെ ജീവിത പങ്കാളിക്ക് ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുവാൻ പറ്റുന്നില്ലായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രാർത്ഥനയുടെ അന്ന്, പരിശുദ്ധാത്മ അഭിഷേക പ്രാർത്ഥനയുടെ അന്ന് അച്ഛന്മാരും ബ്രദറും തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ നന്നായി കരയുവാൻ കൃപ കിട്ടി.
തൊണ്ടയിലെ അസ്വസ്ഥത മാറി ഈശോയെ എന്ന് വിളിക്കാനും പ്രാർത്ഥിക്കുവാനും കൃപ കിട്ടി. 5.5 വർഷം ഇരുന്നിട്ട് ഈശോയെ നിന്ന് വിളിക്കാൻ പറ്റുന്നില്ല. തൊണ്ടയിൽ അസ്വസ്ഥതയായിരുന്നു. ഒരു രോഗമായിരിക്കാം, ഒരു മാരക രോഗം തന്നെ ആയിരിക്കാം തൊണ്ടയിലിരുന്ന്. പക്ഷെ ധ്യാനത്തിൽ 4 പേരുടെ കൈസ്പർശം, അതിലൂടെ തമ്പുരാന്റെ അഭിഷേകം അങ്ങൊഴുകുക. തമ്പുരാൻ തെരഞ്ഞെടുത്ത അഭിഷിക്തനും പാവപ്പെട്ട ബ്രദറും കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആത്മാവിൻ്റെ ശക്തി അങ്ങോട്ട് വ്യാപരിച്ചുവെന്ന് അവിടെ വെളിപ്പെടുകയാണ്. പ്രാർത്ഥിക്കുക, ഈശോയെ എന്ന് വിളിക്കാൻ കൃപ കിട്ടി. 5.5 വർഷം ഇരുന്നിട്ട് കൃപ കിട്ടിയ മക്കളെ ഇല്ല. ഇവിടെ കുത്തിയിരുന്നോണ്ടല്ലേ ധ്യാനം കൂടാൻ പറ്റി. ധ്യാനം കൂടാൻ പറ്റിയത് കൊണ്ടല്ലേ രോഗശാന്തി സംഭവിച്ചത്. രോഗശാന്തി സംഭവിച്ചപ്പോഴല്ലേ ഈശോയെ എന്ന് വിളിക്കാൻ തൊണ്ടയിലെ അസ്വസ്ഥത മാറിക്കിട്ടി. ഒത്തിരി പേരെ സുഖപ്പെടുത്തിയപ്പോൾ ഞങ്ങൾക്ക് ആ സഹനത്തിന് ഇച്ചിരി കർത്താവ് തന്ന്. തൊണ്ടയ്ക്ക് അസ്വസ്ഥത, എല്ലാവരോടും ക്ഷമിക്കുവാൻ കൃപയും കിട്ടി. മോളുടെ വീസ തടസ്സം മാറിക്കിട്ടി. കുടുംബത്തിലെ അസ്വസ്ഥതകൾ മുഴുവൻ മാറിക്കിട്ടി. മക്കളെ ദൈവം അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. സഹോദരിയുടെ സാക്ഷിയുവ കരങ്ങൾ ഉയർത്തി ചങ്ങനാശ്ശേരി അതിരൂപതയിൽ അഭിമന്യ പിതാവിനോട് ചേർന്ന് ദൈവവചനം ഉരവിടുമ്പോൾ അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തിയും മാനസാന്തരവും സംഭവിക്കുന്നു. സഭയോട് ചേർന്ന് നിൽക്കുമ്പോൾ തമ്പുരാൻ വെളിപ്പെടുന്നത്. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? എന്നോട് കരുണ കാണിക്കണേന്ന് തങ്കോട് കരം ചേർത്ത് വെച്ചൊന്ന് ചോദിക്കാവോ? ഈശോയെ, അവരോട് കാണിച്ച ആ കാരുണ്യം ഞങ്ങളോടും കാണിക്കാവോ എന്ന് ധ്യാനം കൂടാത്ത മക്കള് ഒന്ന് പ്രാർത്ഥിച്ചേ. വരും കാലയളവിൽ കർത്താവ് നിങ്ങളോട് കരുണ കാണിക്കും. കരമുയർത്തിപ്പിടിച്ച് ഒന്നുകൂടെ ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കാമോ? പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കാമോ? പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കാമോ? ഞാൻ നിന്നെ കൈവിടുമോ? നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാം. ഒരു നാളും മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ? ഒരു നാളും മറക്കുമോ? ആരു മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. ആരു മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. ഞാൻ നിന്നെ കൈവിടുമോ? ഒരു നാളും മറക്കുമോ? കാക്കയാലാഹാരം നൽകിയവൻ, കാടപ്പക്ഷികളാൽ പോറ്റിയവൻ. കാക്കയാലാഹാരം നൽകിയവൻ, കാടപ്പക്ഷികളാൽ പോറ്റിയവൻ. കാണുന്നവൻ എല്ലാം അറിയുന്നവൻ, കൺമണി പോലെ നിന്നെ കാക്കുന്നവൻ. കാണുന്നവൻ എല്ലാം അറിയുന്ന
കാക്കുന്നവൻ കൺമണി പോലെ നിന്നെ കാക്കുന്നവൻ ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ മരുഭൂമിയിൽ മന്ന ഒരുക്കിയവൻ മാറയെ മധുരമായി തീർത്തവൻ മരുഭൂമിയിൽ മന്ന ഒരുക്കിയവൻ മാറയെ മധുരമായി തീർത്തവൻ മാറാത്തവൻ ചിറകിൽ മറയ്ക്കുന്നവൻ മഹത്വത്തിൽ എന്നെ ചേർക്കുന്നവൻ മാറാത്തവൻ ചിറകിൽ മറയ്ക്കുന്നവൻ മഹത്വത്തിൽ എന്നെ ചേർക്കുന്നവൻ ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ ആരു മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ ആരു മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ റോസ്മോൾ മിഥുൻ എന്ന സഹോദരി നെതർലൻഡിൽ നിന്ന് താമസിക്കുന്നു. ഞാൻ ഇവിടെ എല്ലാ വെള്ളിയാഴ്ചയിലും ഇൻ്റർനെറ്റിൽ ആരാധന കൂടുന്ന സഹോദരിയാണ്. ഞങ്ങളുടെ അമ്മ കുടമാളൂർ പള്ളിയിലെ ആരാധന കൂടുന്ന സഹോദരിയാണ്. അൾത്താരയിൽ പൂക്കൾ വെച്ച് ആരാധന നടത്തി സാക്ഷ്യപ്പെടുത്തിക്കാമെന്ന് നേർന്നതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് ഈശോ ഒരു കുഞ്ഞിനെ തന്ന് അനുഗ്രഹിക്കുന്നു. മക്കളില്ലാത്ത എല്ലാ ദമ്പതികൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവർ പ്രാർത്ഥിക്കുക. അവരെ കർത്താവ് അനുഗ്രഹിച്ചു. അൾത്താരയിൽ ദൈവസന്നിധിയിൽ പൂക്കൾ വെച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിയപ്പോൾ ദൈവമഹത്വം അവരിൽ വെളിപ്പെട്ടു. കരങ്ങളടിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താമോ? ശക്തിയോടെ, അഭിഷേകത്തോടെ കർത്താവിൻ്റെ ശക്തി വ്യാപരിക്കുക. ഈശോയെ, എത്ര വലിയ അനുഗ്രഹം! അമ്മച്ചി ഇവിടെ ഇരുന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ പൂക്കൾ വെച്ച് ആരാധിക്കുക. മകള് ഇന്റർനെറ്റിലൂടെ ദൈവത്തിൻ്റെ മഹത്വം കാണുകയാ. ആ സമയത്ത് ദൈവം സ്വർഗത്തിൽ നിന്ന് കൽപ്പിച്ചു ഉണ്ടാകട്ടെ എന്ന് വചനം അവളിൽ മാംസം ധരിച്ചു, ജീവനുണ്ടായി. കരമുയർത്തി ഒരിക്കൽ കൂടി ഒന്ന് സ്തുതിച്ച് മക്കളില്ലാത്ത എല്ലാ ദമ്പതിമാരെയും ഈശോ ഈ ആലയത്തിൽ അനുഗ്രഹിക്കട്ടെ. ഇന്റർനെറ്റിലൂടെ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും കുടുംബങ്ങളെയെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരമുയർത്തി മക്കള് ഈശോയെ എന്ന് വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിക്കുന്നു, അഭിഷേകത്തോടെ വിളിക്കുന്നു, ശക്തിയോടെ വിളിക്കുന്നു. ഒത്തിരിയേറെ സാക്ഷിയുണ്ട്. നമ്മളിത് വായിച്ചുകൊണ്ടിരുന്നാൽ ദൈവത്തെ ആരാധിക്കുന്ന സമയങ്ങളൊക്കെ ഒത്തിരി കടന്നു പോകും. നമുക്ക് ആരാധിക്കാം. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം.
ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടുന്നത് വരെ കർത്താവിൻ്റെ ആലയം വിട്ട് നിങ്ങൾ പോകരുത്. ഈശോ പറയുന്നുണ്ട്, ആത്മീയ അഭിഷേകം പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ലഭിക്കുന്നത് വരെ നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. വിശ്വാസികളുടെ ഈ ദേശമാണ്, വിശ്വാസികളുടെ ഇടയിൽ നിന്ന് നിങ്ങൾ പോകരുത്. ഇങ്ങനെ പ്രാർത്ഥിക്കണം. നിലനിൽക്കുന്ന അഭിഷേകമാണ്, നിത്യജീവന്റെ അഭിഷേകം, നിത്യം ജീവൻ തരുന്ന ശക്തിയാണ്. നേരിട്ട് തമ്പുരാൻ തരുക. പരിശുദ്ധ കുർബാനയിൽ നിന്ന് അനുഗ്രഹം വരുക. പരിശുദ്ധ അമ്മയും സകല വിശുദ്ധരും ഈ അൾത്താരയിൽ അണിനിരന്നിരിക്കുക. മാലാഖമാർ മുഴുവനുണ്ട്. സ്വർഗം താണിറങ്ങി വന്നിരിക്കുക. എല്ലാവരും ഒന്നിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സ്വർഗം മുഴുവനും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവമഹത്വം ദൈവജനത്തിൽ വെളിപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. വെളിപ്പെട്ടാലേ നമുക്ക് സാക്ഷ്യപ്പെടുത്താൻ പറ്റും. വചനം നമ്മളിൽ വെളിപ്പെടണം. ഉണ്ടാകട്ടെ എന്നുള്ള വചനം ആ മകളിൽ നെതർലൻഡിൽ ഇരുന്ന് ഇൻ്റർനെറ്റിലൂടെ കാണുന്ന മകളുടെ ജീവിതത്തിൽ കർത്താവ് സ്വർഗത്തിരുന്ന് ഉണ്ടാകട്ടെ, പരിശുദ്ധ കുർബാനയിൽ ഇരുന്നുകൊണ്ട് ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. അപ്പത്തിലേക്കൊന്ന് നോക്കിക്കേ, കണ്ണുകൾ ഉയർത്തി എല്ലാവരും ഒന്ന് നോക്കിക്കേ, കാണാൻ പറ്റുന്നവരെല്ലാം. ഇവിടെ നിങ്ങൾ കഴിയുന്നത്ര കസേര ഇതിനുള്ളിൽ കയറ്റരുത്. നിങ്ങൾ കസേരയിൽ ഇവിടെ ഇരിക്കുമ്പോൾ പുറത്തുള്ളവർ നിലത്തിരിക്കേണ്ട ഗതികേട് വരും. പുറത്തുള്ളവർക്ക് കസേര, അവർക്ക് അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് കസേര ഉള്ളിൽ കയറ്റരുത്. കസേര ഇട്ട് നിങ്ങൾ ഇങ്ങനെ ഇരുന്നാൽ പുറകിലിരിക്കുന്നവർക്ക് ദിവ്യകാരുണ്യ മുട്ടുമ്പോൾ നിൽക്കുമ്പോൾ കാണാൻ പറ്റാതെയായിപ്പോൾ. അതുകൊണ്ട് നിങ്ങളിങ്ങനത്തെ അതുപോലെ വാതിൽ അടച്ചിരിക്കരുത് ഒരു കാരണവശാലും. വഴി തുറന്നു കൊടുക്കണം. നമ്മളൊരു കാരണവശാലും ഒരു വ്യക്തിക്ക് തടസ്സമാകരുത്. ഈശോ ഇപ്പോൾ സന്ദേശം തരുന്നതുകൊണ്ട് ഞാൻ പറയുന്നത്. ഞാൻ കാരണം ദേവാലയത്തിനുള്ളിൽ ഒരു വ്യക്തി ആഗ്രഹിച്ചു നമുക്ക് കയറാൻ പറ്റാതെ വരരുത്. ഇത് പാപമാ. പ്രാർത്ഥിച്ചേ. ഞാൻ മൂലം ഒരു വ്യക്തിക്ക് പോലും തടസ്സം ഉണ്ടാകരുത്. ഇത് തൊണ്ടയ്ക്ക് വേദനയാന്ന് പറഞ്ഞ് ഞാൻ വീട്ടിലിരുന്നാൽ ഇപ്പോൾ ഒഴുകുന്ന ഈ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടുമോ? കിട്ടത്തില്ല. ഈ സഹനത്തിൽ തമ്പുരാനെ മഹത്വപ്പെടുത്തിയാലേ എനിക്കും നിങ്ങൾക്കും അനുഗ്രഹം കിട്ടത്തുള്ളൂ. ഇവിടെ നിർത്തുന്നില്ല. മണിമല ഫൊറോന പള്ളിയിലോട്ട് പോവുക. ഈ പരിശുദ്ധ കുർബാന വസിക്കുന്ന തമ്പുരാന്റെ സ്നേഹത്തെക്കുറിച്ച് പ്രഘോഷിക്കാൻ നോക്കിക്കേ മക്കള്. ഒന്ന് വിശ്വസിച്ചേ. അവൻ അപ്പത്തിലില്ല എങ്കിൽ എനിക്ക് സൗഖ്യമുണ്ടോ? അവൻ അപ്പത്തിലില്ല എങ്കിൽ എനിക്ക് ജീവനുണ്ടോ? അവൻ അപ്പത്തിലില്ല എങ്കിൽ എനിക്ക് സ്വർഗരാജ്യമുണ്ടോ? അവൻ അപ്പത്തിലില്ല എങ്കിൽ എനിക്ക് പാപമോചനം കിട്ടുമായിരുന്നോ? അവൻ എടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. ഇതെന്റെ ശരീരം. പാനപാത്രം എടുത്തുയർത്തി കൃതജ്ഞതാസ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇതെന്റെ രക്തം. നിങ്ങളിത് വാങ്ങി ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുവിൻ. ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും വസിക്കും. ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും വസിക്കും. ഒന്നോർത്തേ, എത്ര വലിയ സ്നേഹമായിരിക്കുന്നേ. ഒന്ന് നോക്കിക്കേ. കടലിനെ ശാസിച്ചവനാ, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയവനാ, അന്ധന് കാഴ്ച കൊടുത്തവനാ, ചെകിടന് കേൾവി കൊടുത്തവനാ, ഊമന് സംസാരശേഷി കൊടുത്തവനാ, തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയവനാ. മക്കളെ, ഇന്നലെ കണ്ടിട്ട് ഇങ്ങോട്ട് വന്ന് മുട്ട നിൽക്കുന്നേ. തളർവാദം പിടിച്ച് കട്ടിൽ കിടത്തിയ സഹോദരി ധ്യാനത്തിൻ്റെ അവസാനം പിടിച്ച് നടത്തിക്കൊണ്ടുവരാൻ മുഴുവൻ പൂർണ്ണ സൗഖ്യമായില്ല. കാരണം ഈശോയെന്ന് വിളിക്കാൻ പറ്റിയിട്ടില്ല. എന്നിട്ട് പോലെ ഈശോ സുഖപ്പെടുത്തി. തളർന്ന് വലിയ വേദനയിൽ നിലവിളിച്ചുകൊണ്ടിരുന്ന അമ്മച്ചിയാ. നിലവിളി കർത്താവ് ഏറ്റെടുത്തു. ദീനരോധനം ദൈവസന്നിധിയിൽ എത്തിയപ്പോൾ സൗഖ്യമായി അവൻ കടന്നു വന്നു. അവൾ എഴുന്നേറ്റിരുന്ന് കട്ടിലേൽ. അതിനുശേഷം ഈശോയെന്ന് വിളിക്കാൻ പറഞ്ഞപ്പം വിളിക്കാൻ പറ്റിയില്ല. സൗഖ്യം പൂർണ്ണമായില്ല. കാലിൻ്റെയും കൈകളുടെയും കെട്ടെല്ലാം അഴിഞ്ഞു. ഒരാൾ പിടിച്ച നടത്തിക്കൊണ്ട് പോകാൻ പറ്റും. മറ്റതെങ്ങനെ വന്നേ? എടുത്തോണ്ട് വന്നുമായിരുന്നു.
ഒരു വോളണ്ടിയേഴ്സൊക്കെ കണ്ടതാ, ഇവിടെ ധ്യാനത്തിൽ വന്നവരൊക്കെ കണ്ടവരുണ്ട്. എടുത്ത് ഭർത്താവും ജീവിത പങ്കാളിയും മക്കളൂടെ എടുത്തുകൊണ്ട് കട്ടിലെ കിടത്തി പിരിഞ്ഞു കിടന്ന ചേച്ചിയാ, ഒരുമാതിരി പിരിഞ്ഞു കിടക്കത്തില്ലേ, അങ്ങനെ കിടന്ന അമ്മച്ചിയാ. ആ അമ്മച്ചി ഒരാള് പിടിച്ചു വേണം കൊണ്ടുപോകാൻ. കാരണം എന്നറിയുമോ, ഈശോയെന്നൊന്ന് വിളിച്ചിരുന്നെങ്കിൽ ഈശോ കൈക്ക് പിടിച്ചാൽ തന്നെ നടന്നു പോയേനെ. ഒത്തിരി പ്രാവശ്യം ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി ദിവ്യകാരണത്തിലോട്ട് നോക്കിയിട്ട് ഈശോയെന്നൊന്ന് വിളിച്ച് കൈ പിടിച്ച് നടത്തും. കൈ പിടിച്ച് നടത്തുന്ന തമ്പുരാനാ, നല്ല ഇളയനാ, തോളി കയറ്റി കൊണ്ടുപോകും. ഈശോ നല്ലിടനാ. നടക്കാൻ പറ്റാത്തവനെ അവൻ തോളിൽ കയറ്റി കൊണ്ടുപോകുന്നവനാ, നടക്കുന്നവനെയും തോളിൽ കയറ്റുന്ന തമ്പുരാനാ. അത്ര സ്നേഹമാ. ഒരു കുഞ്ഞാടിനെ പോലെ നമ്മെ സ്നേഹിക്കുക, ഇടയനാടിനെ സ്നേഹിക്കുന്ന പോലെ. ഒരു കുഞ്ഞാട്ടുകുട്ടിയെ ഇടയൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടോ അതുപോലെ ഈശോ നമ്മളെ സ്നേഹിക്കുന്നേ. എന്നിട്ട് ഇടയനെ ഇട്ടിട്ട് ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് പോവുക. എന്നിട്ട് ചെന്നായ്ക്കള് കടിച്ചു കീറുക. അന്നേരം അലറിക്കൊണ്ട് അവിടെ നിൽക്കുക, വാവിട്ട് നിലവിളിച്ചുകൊണ്ട് അവിടെ നിൽക്കുക. നല്ലിടനെ അന്വേഷിച്ച് നല്ലിടൻ്റെ ഇടയത്ത് വരുമ്പോ ഈ നല്ലിടയൻ തോളിലേറ്റുന്ന നല്ലിടനാ ഈശോവാ. പരിശുദ്ധ കുർബാനയിൽ ഒന്ന് നോക്കിക്കേ മക്കളെ, കണ്ണ് തുറന്നൊന്ന് നോക്കിക്കേ, വിശ്വാസത്തോടെ നോക്കിക്കേ. ഒന്ന് വിളിച്ചേ, ഈശോയേന്ന് വിളിച്ചേ, ഈശോയേന്ന് വിളിച്ചേ. അഭിഷേകം ഒഴുകട്ടെ, ശക്തി ഒഴുകട്ടെ, ബന്ധനം അഴിയട്ടെ, കെട്ടുകളഴിയട്ടെ, പൈശാചിക പീഡകൾ വിട്ടുപോട്ടെ, അന്ധകാരം നീങ്ങിപ്പോട്ടെ, അശുദ്ധി നീങ്ങിപ്പോട്ടെ, വിശുദ്ധി നിറയട്ടെ, വിശ്വാസം നിറയട്ടെ, എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളും നീങ്ങിപ്പോട്ടെ, പൈശാചികത നീങ്ങിപ്പോട്ടെ. അന്ധകാര ശക്തികള്, ഈ ഗ്രൂപ്പിനെതിരായിട്ട് നിൽക്കുന്ന അന്ധകാരത്തിന്റെ ശക്തികള് യേശുനാമത്തില് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അവ പൗരോഹിത്യ അധികാരത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ബഹിഷ്കരിച്ചിരിക്കുന്നു. യേശുനാമത്തില് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ശുശ്രൂഷയും വിട്ടകന്ന് നിത്യനരകാഗ്നിയിലേക്ക് യേശുനാമത്തിൽ നിപതിക്കുന്നു. കരമുയർത്തി ഈശോയെന്ന് വിളിക്കുന്നു. പോരാന്നേ, എല്ലാവരും മുമ്പിൽ നിൽക്കുന്നവര് സ്വരമുയർത്തുന്ന് വിളിച്ചേ. മുൻപിൽ നിൽക്കുന്ന എല്ലാ മക്കളും വിളിച്ചേ. പോരാ പോരാ, പുറകിലുള്ളവർ വിളിക്കുന്നുണ്ട്, മുമ്പിൽ നിൽക്കുന്നവർക്ക് വിളിക്കാൻ പറ്റുന്നില്ല. മുമ്പിൽ നിൽക്കുന്നവർ വിളിച്ചേ, വിളിച്ചേ വിളിച്ചേ വിളിച്ചേ. അഭിഷേകം പിന്നിലാ. മുന്നിൽ നിൽക്കുന്നവർ വിളിച്ചേ, ഈശോയേന്ന് വിളിച്ചേ, ഈശോയെന്ന് വിളിച്ചേ. സുഖപ്പെടുത്തുന്നവനാ, അനുഗ്രഹിക്കുന്നവനാ. ഒത്തിരി മക്കളെ ഈശോ ഇപ്പൊ അനുഗ്രഹിക്കുക, അനുഗ്രഹിക്കുക. അപ്പത്തിൽ വസിക്കുന്നവൻ അപ്പം വിട്ട് ഇതാ ഇറങ്ങി വരുവാ. ഒന്ന് വിളിച്ചേ, ഈശോയേന്ന് വിളിച്ചേ. വിടുതലിനാത്മാവേ നിറയണമേ, അഗ്നി തൻ അഭിഷേകമായി പടരണമേ. വിടുതലിനാത്മാവേ നിറയണമേ, അഗ്നി തൻ അഭിഷേകമായി പടരണമേ. പാപമെല്ലാം ശാപനാക്കണമേ, കൃപയാ ജ്വലിപ്പിക്കണേ. കർമ്മയർത്തി പാടാം. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. ഇസ്രായേലിൻ പ്രകാശമേ, അഗ്നിയ ജ്വലിക്കണമേ. പരിശുദ്ധാത്മാവേ, ഒരു ജ്വാലയായി മാറണമേ.
ചേർന്ന് പാടാം. ഇസ്രായേലിൻ പ്രകാശമേ അഗ്നിയായി ജ്വലിക്കണമേ. പരിശുദ്ധാത്മാവേ ഒരു ജ്വാലയായി മാറണമേ. എന്നിൽ കത്തി പടരണമേ. മുള്ളുകളെല്ലാം ദഹിച്ചിടട്ടെ. ക്രിസ്തുവിൽ വന്നു വസിച്ചിടണേ. ക്രിസ്തുവിൽ വന്നു വസിച്ചിടണേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ. തീ കാറ്റായി വീശണമേ. കാറ്റായി വീശണമേ. തീ കാറ്റായി വീശണമേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ. തീ കാറ്റായി വീശണമേ. കാറ്റായി വീശണമേ. തീ കാറ്റായി വീശണമേ. ശ്രീഹരി നിറഞ്ഞ ആത്മാവേ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ ഒരു ജ്വാലയായി മാറണമേ. ശ്രീഹരി നിറഞ്ഞ ആത്മാവേ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ ഒരു ജ്വാലയായി മാറണമേ. മക്കളിലും ശ്രീഹരി നിറഞ്ഞ ആത്മാവേ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ ഒരു ജ്വാലയായി മാറണമേ. ശ്രീഹരി നിറഞ്ഞ ആത്മാവേ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ ഒരു ജ്വാലയായി മാറണമേ. അഗ്നിയാ സ്നാനം ചെയ്യണമേ. പുതു സൃഷ്ടിയായ എന്നെ മാറ്റണമേ. സാക്ഷിയായി ഉയർത്തണമേ. പുതു സാക്ഷിയായി ഉയർത്തണമേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ. തീ കാറ്റായി വീശണമേ. 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 നന്ദി. നമുക്ക് നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താം. കുന്നന്താനം സഹിയോൻ ധ്യാന കേന്ദ്രം, ആ ധ്യാന കേന്ദ്രത്തിൽ ആദ്യമായിട്ട് ഇതുപോലെ ഒരു ശുശ്രൂഷ നടത്തുവാൻ ദൈവം നമ്മെ അനുവദിച്ചു. അതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. അഭിമന്യ പിതാവിന് നന്ദി പറയാം. സഭയുടെ ഔദ്യോഗിക ധ്യാന കേന്ദ്രമാണ് ഈ ശുശ്രൂഷ. അങ്ങോട്ട് സ്വീകരിച്ചു. തമ്പുരാന്റെ സഭയോട് ചേർത്ത് വെച്ചു. കാനാൻ ദേശവ പർദീസിയ മക്കൾ അനുഭവിച്ച സാക്ഷ്യം കിട്ടില്ലേ? ഒന്നല്ല, നിരവധിയായ അനുഗ്രഹങ്ങൾ കർത്താവ് കൊടുക്കുക. കാനാൻ ദേശത്ത് തന്നെ ഉള്ള എല്ലാം ഉണ്ട്. നന്ദി പറയാം. അഭിമന്യ പിതാവ് ദൈവമക്കളെ കാണാൻ വേണ്ടി വന്നു. അവർക്ക് 1 മണിക്കൂർ തിരുവചനം അവരോട് പറഞ്ഞ് അതിനുശേഷം അവിടുന്ന് സഭയുടെ ആശീർവാദം കൊടുത്തു. യേശു ആശീർവദിച്ചു. കുരിശടയാളത്താൽ അധികാരത്താൽ ആശീർവദിക്കപ്പെട്ടപ്പോൾ പൈശാചിക ശക്തികൾ മക്കളുടെ കുടുംബങ്ങളിൽ നിന്ന് ഒക്കെ വിട്ടുപോയതിൻ്റെ ശരീരത്തിൽ നിന്നൊക്കെ പോയതിൻ്റെ അനുഭവമായി സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. ഇനി സാക്ഷ്യം വരാൻ കിടക്കുന്നേ ഉള്ളൂ. കരങ്ങൾ ഉയർത്തി എല്ലാ വൈദികരെയും ഓർത്ത് നന്ദി പറയാം. ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പോലിത്തായോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ വൈദികരെയും സമർപ്പിക്കുക. വലിയൊരു ദൗത്യം ഈശോ ഏൽപ്പിച്ചിരിക്കുന്നത്.
അതിരൂപതയെ മുഴുവൻ ഏൽപ്പിച്ചു തന്നിരിക്കുക. ഒരു മക്കൾ പോലും സഭ വിട്ടുപോകാതെ മുഴുവൻ മക്കളെയും സഭയോട് ചേർത്ത് വെക്കാനുള്ള വലിയ കൃപയാണ് ഈ കൂട്ടായ്മയ്ക്ക് ദൈവം അനുവദിച്ചു തന്നിരിക്കുന്നത്. മക്കൾ പ്രാർത്ഥിച്ച് ചെറിയൊരു കാര്യമൊന്നുമല്ല എന്നെയും നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഒരു മകനും മകളും ദിവ്യകാരുണ്യ ഈശോയെ ഇനി വിട്ടുപോകാൻ പാടില്ല. ഇനി നമ്മൾ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുക. എല്ലാ മക്കളും വൈദികരോടും സഭാപിതാവിനോടും ഒക്കെ ചേർത്ത് കരം ചേർത്ത് പിടിക്കുമ്പോൾ കർദിനാളിനോട് ചേർത്ത് പിടിക്കുക. ആ കരം പിന്നെ മാർപ്പാപ്പായുടെ കരത്തോട് ചേർത്ത് വെക്കുക. ആ കരം എങ്ങോട്ടാ ചേർന്നിരിക്കുന്നത്? പത്രോസിന്റെ കരത്തോടാ. ഈ പത്രോസിന്റെ കരം എങ്ങോട്ടാ ചേർന്നിരിക്കുന്നത്? യേശുവിന്റെ കരത്തോടാ, സ്വർഗത്തോടാ, സ്വർഗീയ ജെറുസലേമിനോട് ചേർന്ന് നിൽക്കുമ്പോൾ കൃപ ഇങ്ങനെ ഒഴുകി ഇറങ്ങി ആ ദൈവജനം അനുഭവിക്കുക. മക്കളെ, അതാണ് ഈ കൂട്ടായ്മയുടെ പ്രത്യേകത. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഒന്ന് വിളിക്കാമോ? ഒന്നുകൂടെ വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? പോരാന്ന് എല്ലാവരും ചേർന്ന് വിളിക്കാമോ? ഇനിയും വിളിക്കാനുണ്ടെന്ന് ഈശോ പറയുകയാ. ഒന്ന് വിളിക്കാമോ? ഭാരത അപ്പസ്തോലനായ വിശുദ്ധ തോമാസ് ശ്ലീഹായിലൂടെ പകരപ്പെട്ട വിശ്വാസത്തിന്റെ അഭിഷേകം കേരള സഭയിൽ ഇന്ന് നിലനിൽക്കുന്നേ. എത്ര പേര് അൽമേരായിട്ടുള്ള ശുശ്രൂഷകര് ശുശ്രൂഷ ചെയ്തു. സഭ വിട്ടുപോയില്ലേ? മക്കൾ പ്രാർത്ഥിച്ചേ. സഭയോട് ചേരണമെങ്കിൽ വചനത്തോട് ചേർന്ന് കുർബാന അപ്പമായിട്ട് നമ്മൾ മാറണം. മുട്ടുമേ നിന്നേ മുഴുവൻ മക്കളെ സമർപ്പിക്കുക. എല്ലാ നിയമങ്ങളെയും സമർപ്പിക്കുക. ഇടവകയെ മുഴുവൻ സമർപ്പിക്കുക. വികാരിച്ചനെ സമർപ്പിക്കുക. ഇവിടുത്തെ കൊച്ചന്മാരെ മുഴുവൻ സമർപ്പിക്കുക. അവരുടെ പ്രാർത്ഥനയുടെ ഫലമാണ്. ഒത്തിരി വൈദികരുടെ പ്രാർത്ഥനയുടെ ഫലമാണ് അവിടെ വലിയ മാനസാന്തരം ഉണ്ടായത്. ആരുടെയും കഴിവല്ല, ദൈവം കാരുണ്യം കാണിക്കുക. സഭ നമ്മളെല്ലാവരും വൈദികരോട് ചേർന്ന് സഭാപിതാവിനോട് ചേർന്ന് കരമുയർത്തിയപ്പോഴാണ് കാരുണ്യം ഒഴുകിയേ. നന്ദി പറഞ്ഞ ഹൃദയത്തിൽ ഈ ആരാധന ഏറ്റെടുത്തിടുന്ന എല്ലാ കുടുംബത്തെയും ദിവസനെ സമർപ്പിക്കുക. പൂക്കൾ വെച്ച് ദിവസനത്തെ മനോഹരമാക്കിയിരിക്കുന്ന കുടുംബത്തെ അവരുടെ നിയോഗത്തെ സമർപ്പിക്കുക. കർത്താവെ, കരുണ കാണിക്കണേ. ഈ മക്കളുടെ മേൽ മുഴുവനും കാരുണ്യം വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. നൽകുമോരപ്പം നീ മർത്യനുമുക്തി പകർന്നരുളും നിത്യമഹോന്നതമാം നീ, നിത്യമഹോന്നതമാം നീ. മാനവരെ ബോധമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സൂര്യത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ മർത്യനുമുക്തി പകർന്നരുളും നിത്യമഹോന്നതമാം നീ, നിത്യമഹോന്നതമാം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. ദിവ്യകടാക്ഷം
പൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോ നമ്മെ ആശീർവദിച്ച് അനുഗ്രഹിക്കുക. അവിടുന്ന് അനുഗ്രഹിക്കുക ജനത്തെ മുഴുവനും. ആണിപ്പഴുതുള്ള കരങ്ങൾ നീട്ടി തൻ്റെ മക്കളെ യേശു അനുഗ്രഹിക്കുക. ഈശോയെ നിന്ന് വിളിച്ച്, ഈശോയെ എന്ന് വിളിച്ച് തൻ്റെ ജനത്തെ അനുഗ്രഹിക്കുന്ന യേശു, തൻ്റെ മക്കളെ അനുഗ്രഹിക്കുന്ന യേശു. ഈശോയെ വിളിച്ച്, ഈശോയെ എന്ന് വിളിച്ച് ഈശോ മക്കളെ അനുഗ്രഹിക്കുക, ആശീർവദിക്കുക, അഭിഷേകം ചെയ്യുക, വചനം കേൾക്കാൻ, വചനം അനുസരിക്കാൻ കൃപ തരിക. മക്കളെ വിളിച്ച്, എല്ലാ മക്കളും വിളിച്ച് ഈശോയെ എന്ന് വിളിച്ച് അഭിഷേകം ഒഴുകട്ടെ. ദേവാലയത്തിലെ പരിസരങ്ങളിലേക്കെല്ലാം കർത്താവിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. എല്ലാ വാഹനങ്ങളിലേക്കും അഭിഷേകം ഒഴുകട്ടെ. എല്ലാ ബന്ധനങ്ങളും അപകടങ്ങളെല്ലാം നീങ്ങിപ്പോകട്ടെ. കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വരമുയർത്തി ഈശോയെ എന്ന് വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിക്കുന്നു. യാത്ര ചെയ്യുന്ന വഴികളിലേക്കെല്ലാം ശക്തി വ്യാപരിക്കുന്നു. അന്ധകാരം നീങ്ങിപ്പോകുന്നു. എല്ലാ കുടുംബങ്ങളിലുള്ള അന്ധകാരം നീങ്ങിപ്പോകുന്നു. യേശു മഹത്വപ്പെടുന്ന കുടുംബങ്ങളിലോ, വെളിപ്പെടുന്ന കുടുംബങ്ങളിലോ, വ്യക്തി ജീവിതങ്ങളിൽ ഈശോ വെളിപ്പെടുന്നു. യേശു, യേശുവേ, ഈശോയെ, യേശുവേ നന്ദി. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യമേ ആരാധന ആരാധന അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യമേ ആരാധന ആരാധന അങ്ങേക്ക് ആരാധന 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 അങ്ങേക്ക് ആരാധന. പെസഹാ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജി
അനുരഞ്ജിതരായി തീർന്നീടാ നവമൊരു പീഠമൊരുക്കീടാ അനുരഞ്ജിതരായി തീർന്നീടാ നവമൊരു പീഠമൊരുക്കീടാ ഗുരുവിൻ സ്നേഹമോടിയാകം തിരുമുൻപാകയണച്ചീടാ ഗുരുവിൻ സ്നേഹമോടിയാകം